ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്? ചുമ്മാതെയാണോ? എന്താണ് നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നിങ്ങൾ എന്തോ ആഗ്രഹിച്ചോട്ടെ, ആരും ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കാൻ, ഒരു അഭിഷേകത്തിലേക്കൊക്കെ കടന്നു വരാൻ ഉപവാസവും പ്രാർത്ഥനയും വേണമെന്ന് എത്ര പേര് പറയുന്നുണ്ട്? കൈ ഉയർത്തി പിടിച്ചാൽ നോക്കട്ടെ. ഏകദേശം എല്ലാവരും തന്നെ പറയുന്നുണ്ട് ഒരു നിറവിലേക്ക് കടന്നു വരാനായിട്ട് ഫാസ്റ്റിങ്ങും ഒരു പ്രെയറും ഒക്കെ ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ കുറച്ച് സഹോദരങ്ങൾ എന്നോട് സംശയമായിട്ട് ചോദിച്ചതാണ്, എങ്ങനെയാണ് ഫാസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൽ വളരണമെങ്കിൽ എങ്ങനെ ഫാസ്റ്റ് ചെയ്യണം? എത്ര ദിവസം ഫാസ്റ്റ് ചെയ്യണം? എത്ര സമയം ആഹാരം കഴിക്കാം? ഒത്തിരി സംശയങ്ങളുണ്ട്. എല്ലാവരും പറയും അല്ലേ, ഫാസ്റ്റ് ചെയ്യണം. പക്ഷെ എങ്ങനെ ഫാസ്റ്റ് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞു തരും? ഇല്ല. അപ്പൊ നമ്മൾ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടാലേ നമുക്ക് പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കാനും, ദൈവാത്മാവ് നയിക്കുന്നവർ ദൈവത്തിന്റെ മക്കൾ. അപ്പോ നിശ്ചയമായും നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അതിനാൽ നയിക്കപ്പെടുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ആവശ്യമാണെന്നറിയാം. പക്ഷെ അത് എത്രത്തോളം നമുക്ക് സാധ്യമാകുന്നില്ല താനും. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ അതിനെ സാധ്യമാകാൻ കഴിയും? ഉപവാസത്തിലും പ്രാർത്ഥനയിലും പങ്കുണ്ടോ? പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിലും ദൈവസ്വരം കേൾക്കുന്നതിലും? ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഈ ഒരു സംശയം ഞാനിന്ന് ക്ലിയർ തരാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്ന് അല്ല, ശരിയല്ലേ? അത് ദൈവത്തിന്റെ ദാനമാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നു. ആരെല്ലാമാണോ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നത് അവർക്കെല്ലാം ദൈവം കൊടുക്കുന്നു. നമ്മളെ കർത്താവും രക്ഷിതാവുമായി യേശുവിനെ അംഗീകരിച്ച ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് താനും. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പറ്റി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ എപ്പിസോഡുണ്ട്, ദ അനോയിന്റിങ് ഇൻ യു, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകം. അതിനെക്കുറിച്ച് ഞാൻ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദ അനോയിന്റിങ് അപ്പോൺ യു എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ വസിക്കുന്ന അഭിഷേകം. അതെന്ത് അഭിഷേകം? ഒരു പരിശുദ്ധാത്മാവ് അകത്തും ഒരു പരിശുദ്ധാത്മാവ് വെളിയിലും, അങ്ങനെ ഉണ്ടോ? അല്ല. നമ്മുടെ മേലുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ അവനാൽ പ്രാപിച്ച അഭിഷേകം എൻ്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഉള്ളിൽ ഒരു അഭിഷേകമുണ്ട്, എൻ്റെ പുറമേ എനിക്കൊരു അനോയിന്റിങ് ഉണ്ട്. ഇത് രണ്ടും വ്യത്യാസമാണ്. അതെന്താണ് വ്യത്യാസം? അറിയത്തില്ലല്ലേ? അറിയില്ല. പരിശുദ്ധാത്മാവ് രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകത്തിനും എൻ്റെ പുറമേ ദൈവം എന്നിൽ പകരുന്ന അഭിഷേകത്തിനും എൻ്റെ തലത്തിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ രണ്ട് തലങ്ങളാണ്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അഭിഷേകം എന്നെ നടത്തുന്നതിനും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നതിനുമാണെങ്കിൽ, എൻ്റെ പുറമേ പകരുന്ന അഭിഷേകം ഫോർ മിനിസ്ട്രിയാണ്, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരു വാക്യം വായിച്ചു തുടങ്ങാം. ശരിക്കും ഉപവസിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വായിക്കാം ഒരു വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 21, 22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അപ്പൊ സ്നാനമേറ്റ ഉടനല്ല സ്വർഗം തുറന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ ഇറങ്ങി. ഓക്കെ, പ്രാവ് പോലെ അവന്റെ മേലിറങ്ങി വന്നു. എവിടാണ് ഇറങ്ങി വന്നത്? അവന്റെ മേലിറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദവും സ്വർഗത്തിൽ നിന്നുണ്ടായി. അപ്പൊ സ്നാനമേറ്റു, അത് ഒന്നാമത്തെ കാര്യം. 2, പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ പ്രാർത്ഥന വേണമെന്ന് അവിടെ നമുക്ക് മനസ്സിലായി അല്ലേ? ഒരു പ്രാർത്ഥന നമുക്ക് വേണം. പുറമേ ഉള്ള അഭിഷേകത്തിന് പ്രാർത്ഥന ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇനി ഈ അഭിഷേകം കിട്ടിയ ഉടനെ 30-ാം വയസ്സിലാണ് കർത്താവിന് ഈ അഭിഷേകം കിട്ടുന്നത്. ഉടനെ കർത്താവ് അങ്ങ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു?
ഉപവസിച്ചു. സ്തോത്രം. പിന്നെ എന്ത് ചെയ്തു? ഫാസ്റ്റ് ആൻഡ് പ്രേ. ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. അതെവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 4-ാം അധ്യായം എടുത്ത ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. മതി, ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. നമ്മള് യേശുവിനെ ഫോളോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് വചനത്തിൽ നിന്ന് വായിച്ച് യേശു ചെയ്ത പോലെ നമുക്ക് ചെയ്യാം, അല്ലേ? കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ എന്ത് ചെയ്തെന്ന മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ആത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ മരുഭൂമിയിൽ പോണോ, മലയിൽ പോണോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണോ, ഫാസ്റ്റ് ചെയ്യണോ, ഇതെല്ലാം പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അല്ലാതെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ എടുക്കുന്ന ഒന്നല്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഉള്ളിലെ ആത്മാവിന്റെ വല്ലാത്തൊരു പ്രേരണ ഉണ്ടാവുക, എനിക്കൊന്ന് ഫാസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണം, എനിക്ക് ഭക്ഷണം ഉപേക്ഷിച്ച് അപ്പന്റെ സന്നിധിയിൽ ഇരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന എന്തിനാണ്? നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാനല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ ആ ഭക്ഷണത്തോട് നോ പറഞ്ഞിട്ട് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കാൻ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഫുഡിനോട് നോ പറഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ സകല സുഖങ്ങളോടും നോ പറഞ്ഞിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കാൻ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശരിക്കും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ ഇന്ന് പല രീതിയിൽ ഫാസ്റ്റിംഗ് എടുക്കുന്ന വ്യക്തികളുണ്ട്. രാവിലെ ഫുഡ് കഴിക്കാതെ ഉച്ചവരെ ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. വൈകുന്നേരം വരെ ഫാസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരത്തെ ഫുഡ് എടുക്കുന്നവരുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഇവിടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പ്രേരണ തരും പോലെയാണ് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഫാസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുകയാണ്, ഞാനിപ്പോൾ ഉപവസിക്കുകയാണെന്ന് തീരുമാനിക്കുക നിങ്ങൾ. ഞാനിന്ന് ഫാസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഫാസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലും കാര്യമുണ്ടോ? ഇല്ല. ഞാൻ TV കണ്ടുകൊണ്ടിരുന്നാലും ഫാസ്റ്റിംഗ് ആണ്, TV ആണ്, അല്ലേ? എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ ആത്മാവ് വളരുമോ? ഇല്ലല്ലേ. ഫാസ്റ്റ് ചെയ്യുകയാണ്, ഞാനെന്നാ ഒരു വിനോദയാത്ര പോകാൻ തീരുമാനിച്ചു, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ നമുക്ക്? ഇല്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഫാസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കരുത്. ഫാസ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. ഇപ്പോ വീട്ടമ്മമാരാണെങ്കിൽ 10 മണിവരെ അവർക്ക് ജോലി കാണാം വീട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഒരു 2 മണിവരെ അവർ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് എങ്ങനെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും? 10 മണിവരെ കൊണ്ട് എല്ലാ ജോലി ഒതുക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് 2 മണിവരെ ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പൊ എത്ര സമയം കിട്ടി നമുക്ക്? 10 മണി മുതൽ 2 മണി വരെ എത്ര സമയമുണ്ട്? 4 മണിക്കൂർ. ഹല്ലേലൂയ. അപ്പൊ ഈ 4 മണിക്കൂർ നമ്മൾ കൃത്യമായി ദൈവസന്നിധിയിൽ ഇരിക്കണം. പക്ഷെ അതിന് പറ്റുന്നില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ 4 മണിക്കൂർ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ 24 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ TV കാണുന്നു, വേറെ കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പൊ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു ദിവസം ഫാസ്റ്റിങ്ങിലാണ് താനും, പക്ഷെ നമുക്ക് എന്ത് പറ്റുന്നില്ല? ദൈവത്തോടു കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജോലിയുള്ള വ്യക്തികൾ ചോദിക്കാറുണ്ട്, സിസ്റ്ററെ ഞങ്ങൾ എങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കണം? ഞാൻ പറയും അവരോട്, നിങ്ങൾ അവധി ദിവസം കിട്ടുമ്പോൾ ഫാസ്റ്റിംഗ് എടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എപ്പോഴാണോ സാവകാശം കിട്ടുന്നത് എടുത്താട്ടെ. അല്ലെങ്കിൽ പക്ഷേ ദൈവത്തോട് ചേർന്ന് ഇരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. നമ്മുടെ ആത്മാവ് വളരുന്നില്ല. നമ്മുടെ ശരീരം നമ്മുടെ സുഖങ്ങൾ അന്വേഷിച്ച് പലയിടങ്ങളിലേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആത്മാവിനാൽ നിറയുമ്പോൾ ആത്മാവ് നമ്മളോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ് വരും, എനിക്കൊന്ന് ഫാസ്റ്റ് ചെയ്യണം. അന്നേരം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, എനിക്ക് ഫാസ്റ്റിംഗ് വേണം, എനിക്കൊരു നിലവാരത്തിൽ നിന്ന് അടുത്ത ഒരു നിലവാരത്തിലേക്ക് ഉയരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം. പക്ഷെ അപ്പൊ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് പൂർണ്ണമായും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റുമോ? എൻ്റെ സാഹചര്യങ്ങൾ അതിന്
അനുകൂലമാണോ, അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ദൈവത്തോടു കൂടെ ഇരിക്കാൻ. ഇത് എനിക്ക് ആരും ഇതൊന്നും പറഞ്ഞു തരാനില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഫാസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് 3 മാസം മാത്രമായിരുന്നു പ്രായം. അപ്പൊ ചേച്ചിയൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അവർക്കറിയായിരുന്നു. അപ്പൊ ഞാൻ മുകളിലേക്ക് കയറിപ്പോവും, അവിടെ ഇരുന്നാണ് ഫാസ്റ്റ് ചെയ്യുന്നത്. കുഞ്ഞിനെ ഉറങ്ങിക്കിടത്തുന്ന സമയങ്ങളിൽ അവൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആണപ്പോൾ അത് ചെയ്തിട്ട് ആ സമയങ്ങളിൽ ഓടിപ്പോകും വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ രാത്രികൾ മുഴുവനും ഉണരുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് കിടത്തിയിട്ട് ഞാൻ പോകുന്നത് പ്രാർത്ഥിക്കാനായിരുന്നു. ഹല്ലേലൂയ. അന്ന് ആദ്യമായിട്ട് 21 ദിവസം ഉപവസിക്കുമ്പോൾ എനിക്ക് ആഹാരം കഴിക്കണമെന്ന് തോന്നിയിരുന്നില്ല. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ജീവിക്കണ്ടെന്നുള്ള തോന്നലാണ്. ഹല്ലേലൂയ. എനിക്കിനി ജീവിക്കേ വേണ്ട എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള തോന്നലില്ലാതായിപ്പോയി. ഹല്ലേലൂയ. ഭക്ഷണത്തോട് വലിയ വെറുപ്പ് തോന്നി. അങ്ങനെ ഭക്ഷണം ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ഞാൻ 21 ദിവസം ഉപവസിച്ചു. 22ാമത്തെ ദിവസമാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരുന്നത്. ഞാൻ അന്യഭാഷ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അക്ഷരങ്ങളായിട്ടല്ല പറഞ്ഞത്, വാക്കുകളായിട്ടുമല്ല പറഞ്ഞത്, ശരിക്കും ഒരു പാട്ടുപോലെ എൻ്റെ വായിന്ന് അന്യഭാഷ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. പിന്നെ അത് പിടിച്ചു നിർത്താനായിട്ട് ഞാൻ ഒത്തിരി പാടുപെട്ടു. അത് മുതൽ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദൈവിക സന്തോഷം വ്യാപരിക്കാൻ തുടങ്ങി പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് വന്ന ശേഷം. പക്ഷെ എനിക്ക് ആരും പറഞ്ഞു തരാനില്ല ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണമെന്നൊന്നും, എങ്ങനെയാണ് ഫാസ്റ്റ് ചെയ്യേണ്ടതെന്നും, എത്ര നേരം ആഹാരം കഴിക്കണം എന്നൊന്നും പറഞ്ഞു തരാനില്ല. ആ ശബ്ദം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഉച്ചവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ടൊക്കെ ഫാസ്റ്റ് ചെയ്യുന്നവർ വൈകുന്നേരം വരെ ഫാസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കരുത്. ആദ്യമായിട്ടൊക്കെ ഫാസ്റ്റിംഗ് തുടങ്ങുന്നവർ എന്ത് ചെയ്യണം, ഉച്ചവരെയൊക്കെ ഒന്ന് ഫാസ്റ്റ് ചെയ്യണം. 2 മണി വരെ ഫാസ്റ്റിംഗ് എടുത്ത് നോക്കണം. നിങ്ങൾ 2 മണി വരെ എടുത്ത് നോക്കി ഫുഡ് കഴിക്കുക. പക്ഷേ ഈ ഫാസ്റ്റിംഗ് എടുക്കുന്ന അത്രയും സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. എന്നാൽ ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നതും എൻ്റെ ചിന്ത മാറിപ്പോകും, എൻ്റെ വിചാരങ്ങൾ മാറിപ്പോകും, എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഭാരം കയറി വരുന്നു, നിരാശ വരുന്നു, മക്കളെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ എൻ്റെ ഭാവിയെ കുറിച്ചുള്ള ഭാരങ്ങൾ എല്ലാം കയറി വരുന്നു. ഇതിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് സമയം പോകുന്ന അറിയില്ല. അയ്യോ, ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നയാണല്ലോ ശരിക്കും, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പല ചിന്തകളും വന്നു, ആ സമയം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ സമയം നോക്കുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്, അയ്യോ ഇത്രയും സമയം കടന്നു പോയല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി ചില ആൾക്ക് ഫാസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഫോണിലൂടെ ചിലപ്പോൾ അടുത്ത് കാണും. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് മെസ്സേജ് വന്നു അവിടെ നോക്കാൻ തുടങ്ങിയതാ. ഇത് നോക്കി 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 4 മണിക്കൂറും പോയി, ഫോണിൽ പോയി. അടുത്തിന് എന്തെങ്കിലും വേറെ ഫാസ്റ്റ് ആയിരിക്കുമ്പോഴായിരിക്കും ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുന്നത്. അതുവഴി നമ്മൾ പോവും. പിന്നെ അടുത്ത് കർത്താവിന്റെ സന്നിധി ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാം. അതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പല ആവശ്യങ്ങളോട് നോ പറഞ്ഞാലേ നമ്മൾ ദൈവത്തോട് യെസ് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ വിശക്കോ? ഇല്ലേ? നിങ്ങൾക്ക് വിശക്കൂലായിരിക്കും, എനിക്ക് വിശക്കൂലേ. എനിക്ക് വിശപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ആദ്യത്തെ ഒരാഴ്ച നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ 21 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ 7 days എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, നമ്മളിങ്ങനെ ശീലിച്ചു അല്ലേ. രാവിലെ ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ വല്ലാത്തൊരു വയറിനകത്ത് വേദനിക്കുകയാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇനി ഉച്ചയ്ക്ക് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ്, ശരീരവും വല്ലാതെ പ്രതികരിക്കാൻ തുടങ്ങും. ചില സമയത്ത് ഷിവറിങ് ഉണ്ടാകാറുണ്ട്. ആദ്യമൊക്കെ ഫാസ്റ്റിംഗ് എടുത്ത് തുടങ്ങുമ്പോൾ ശരീരം വിറയ്ക്കും, സഹിക്കാൻ പറ്റില്ല തലവേദന. കാരണം ആ സമയത്ത് ആ ഫുഡിന് വേണ്ടി ശരീരം എന്ത് ചെയ്യുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതില്ലാതെ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് ശരീരം. നിങ്ങൾക്കറിയില്ലേ, ചില ആൾക്കാർക്ക് ഈ ചായ നിർബന്ധമാണ്, അറിയാമോ? ചായ കുടിച്ചില്ലെങ്കിൽ അവർക്ക് തലവേദനിക്കും. രാവിലെ ചായ വേണം, വൈകിട്ടും ചായ വേണം. അങ്ങനെ നിങ്ങൾക്കില്ലേ? നിങ്ങളൊന്നും ചായ കുടിക്കാത്ത ആൾക്കാരാണ്. ശരി, നിർബന്ധമാണ് അല്ലേ? ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ്? ആ ചായ എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യുകയാണ്, ശരിയല്ലേ? അപ്പൊ എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ ഒരു ചായക്ക് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിലൂടെ വ്യാപരിക്കുന്ന തേയില അല്ലേ, അതിനകത്ത് കുറച്ച് കണ്ടന്റ് ഉണ്ട്. അതാണ് എൻ്റെ ശരീരത്തിന്റെ നാഡീവ്യൂഹങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ശരീരം പ്രതികരിക്കില്ലേ?
ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയണ്ട. ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നങ്ങൾ ശരീരം ഉണ്ടാക്കും. ഒരു 7 ദിവസം ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടും എൻ്റെ ശരീരത്തെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോഴെല്ലാം ഞാൻ ശരീരത്തെ പറഞ്ഞ് മനസ്സിലാക്കും, എൻ്റെ ആത്മാവിന് വേണ്ടി, എൻ്റെ ദേഹിക്ക് വേണ്ടി, ശരീരമേ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക, നീ മിണ്ടാതിരുന്നോണം. മിണ്ടാതിരുന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇതിനിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കണ്ടേ? വേണം. ഫുഡ് കുക്ക് ചെയ്യണ്ടേ? വേണമല്ലോ. ഹല്ലേലൂയ. അപ്പൊ 10 മണിക്ക് ഞാൻ ഫാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ 10 മണിക്ക് മുമ്പേ എല്ലാ ജോലിയും ഒരുക്കിയേ തീരും. അപ്പൊ നമ്മളാണത് സമയം ക്രമീകരിക്കുന്നത്. നമുക്കൊരു വിനോദയാത്ര പോവുകയാണെന്ന് വെക്കുക, 5 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിൽക്കുമോ? ഇല്ല. നമ്മൾ എല്ലാ സാധനങ്ങളും തലേ ദിവസമേ പാക്ക് ചെയ്യും. ശരിയല്ലേ സഹോദരങ്ങളെ? തലേ ദിവസമേ എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ ഡ്രസ്സൊക്കെ തേച്ച് റെഡിയാക്കി ഉറങ്ങത്തോലും ഇല്ല അന്ന് രാത്രി. എന്തുകൊണ്ടാണ്? അയ്യോ പോണല്ലോ, നമുക്ക് ഉറക്കവും വരില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കും എത്ര മണിയായി. ഇതിനു വേണ്ടിയുള്ള ഒരു ദാഹം പോകാനായിട്ട്. കറക്റ്റ് 5 മണിയാകുമ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരിക്കും. ബസ് വരുമ്പേ നമ്മൾ ഹാജരായിരിക്കും. എന്തുകൊണ്ടാ? പോകാനുള്ള ആഗ്രഹം. അതുപോലെ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത് ഒരാളുടെ നിർബന്ധത്താൽ എടുത്താൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു പ്രേരണ ഉണ്ടായി എടുക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം ഇരുന്നിട്ട് 3-ാമത്തെ ദിവസം ഭക്ഷണം കഴിക്കും. അയ്യോ എനിക്ക് പറ്റുന്നില്ലേ എന്നാ അങ്ങ് ഭക്ഷണം കഴിച്ചേക്കാന്ന് പറഞ്ഞ് കഴിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന്, എൻ്റെ അപ്പനോടുള്ള സ്നേഹം. ഞാൻ എപ്പോഴും ഫാസ്റ്റിംഗ് ആദ്യം എടുത്തത് ഇതൊന്നും അറിയില്ല, പിന്നെ എടുക്കുമ്പോൾ ഞാനും എൻ്റെ അപ്പനുമായിട്ട് ഒരു ഡീപ് ബന്ധം എനിക്ക് എപ്പോൾ വേണമെന്ന് തോന്നുമോ എപ്പോഴും അങ്ങനെയാണ്. എന്നാലും എൻ്റെ അപ്പനോട് ചേർന്ന് അങ്ങ് ഇരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്യും. ഫിസിക്കലായിട്ടുള്ള എല്ലാം വിട്ടിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് കയറിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം അത് കുറച്ചുകൂടി കൂടുതലാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയും, നീ എന്നോട് കൂടെ ഇരിക്കുക. ആ ശബ്ദം കേൾക്കുന്നതും ഞാൻ ഡിക്ലെയർ ചെയ്യും ഫാസ്റ്റിങ്. ഹല്ലേലൂയ. അപ്പൊ എന്തോ ദൈവത്തിന് എന്നിലൂടെ ചെയ്യാൻ സമയമായി, അല്ലെങ്കിൽ എന്തോ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന ആ നിമിഷമാണ് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇനി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, സിസ്റ്ററെ വെള്ളം കുടിക്കാമോ ഫാസ്റ്റ് ചെയ്യുമ്പോൾ? വെള്ളം കുടിക്കാതെ ഫാസ്റ്റ് ചെയ്യാമോ? ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. വെള്ളത്തിലാണ് ഞാൻ നിൽക്കുന്നത് തന്നെ. അപ്പൊ ഇവിടെ ഇരുന്നാലും ഇപ്പൊ വെള്ളമുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. കാരണം എനിക്ക് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് വറണ്ടു പോകുന്ന പോലെ തോന്നും. ചില സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ട് അല്ലെങ്കിൽ ത്രോട്ട് വറണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം ഞാൻ കുടിച്ച് തന്നെയാണ് ഇതുവരെയും ഫാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നേരം ഭക്ഷണം കഴിച്ച് ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാത്രി 8 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും. പിന്നെ പിറ്റേ ദിവസം രാത്രി 8 മണിക്ക് ഫുഡ് കഴിക്കും. അങ്ങനെ 24 അവർ ഫാസ്റ്റിംഗ് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ശരീരത്തിന്റെ കപ്പാസിറ്റി പോലെ, ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാനല്ല പറയേണ്ടത്. ഇനി ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ആത്മമണ്ഡലത്തെ ചലിപ്പിക്കാൻ കഴിയുമോ? കഴിയും. യേശു ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ 40 ദിവസം പിശാച് യേശുവിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അപ്പോ അവിടെ ഒരു ടെസ്റ്റിംഗ് നടക്കുക ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ശരിയല്ലേ? ആണ്. ആത്മമണ്ഡലത്തിൽ വലിയ ചലനമാണ് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ. വേറൊരു സ്ഥലത്ത് മത്തായി, മർക്കോസ്, ലൂക്കോസ് 3-ലും ഉണ്ട്. ഒരു സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൂതന്മാർ ഇറങ്ങി ശുശ്രൂഷിച്ചു. ഓക്കെ, അപ്പോ പിശാചും പരീക്ഷിച്ചു, ദൂതന്മാരും ഇറങ്ങി ശുശ്രൂഷിച്ചു. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആത്മമണ്ഡലത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? പിശാചിന്റെ ദൂതന്മാരും ദൈവത്തിന്റെ ദൂതന്മാരും ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ് ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾക്ക് അവിടെ വന്നത് മനസ്സിലായോ? അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും ബൈബിളിൽ എവിടെ കിടക്കുന്നു? അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് ഫാസ്റ്റ് ചെയ്തത് 21 ദിവസം. അത് കഴിഞ്ഞിട്ട് 31 ദിവസം ഫാസ്റ്റ് ചെയ്തു. ഒരിക്കൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് തുടങ്ങി കർത്താവ് എന്നോട് പറഞ്ഞു, എന്നോട് കൂടെ ഇരിക്കുക. അപ്പൊ ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 40 ദിവസം. ആദ്യമായിട്ടാണ് 40 ദിവസം ഫാസ്റ്റ് ചെയ്യുന്നത്. 40 ദിവസം വൈകുന്നേരം വരെയുള്ള ഫാസ്റ്റിംഗ് ആണ്. ഒരു 4 മണി വരെ ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയിലാണ് ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് കേട്ടോ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഒന്നും ഇരിക്കരുത്, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ബുദ്ധിയിലും ഞാൻ പ്രാർത്ഥിക്കും, ആത്മാവിലും ഞാൻ പ്രാർത്ഥിക്കും. പൗലോസ് പറയുന്നു, ഞാൻ ആത്മാവിലും പ്രാർത്ഥിക്കും, ബുദ്ധിയിലും പ്രാർത്ഥിക്കും, രണ്ടിലും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആദ്യം ദൈവസന്നിധിയിൽ ഇരുന്നാൽ കുറെ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കും. പിന്നെ ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരിക്കൽ ഞാൻ
ടങ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഷെടാ, ഇതാരൊക്കെ എനിക്ക് ദേഷ്യമാണെന്ന് പറയുന്നേ? അത് ആ ശബ്ദം കേട്ടത് മലയാളത്തിലല്ല, താൻ ഹിന്ദിയിലാണ് കേട്ടത്. ഹിന്ദിയിൽ കേൾക്കുകയാണ്, എനിക്ക് നിന്നോട് ദേഷ്യമാണ്. ഞാൻ ചോദിക്കുക, ആരാ ഈ ദേഷ്യപ്പെടാനായിട്ട്? ഞാൻ രാജാവാണ്. ഷെടാ, ഏത് രാജാവ്? അതുവരെ ഞാൻ ചിന്തിച്ചിരുന്ന ഒറ്റ രാജാവേ ഉള്ളൂ. ആരാണ്? യേശു എന്ന് പറയുന്ന രാജാവ്. ഇതിപ്പോ വേറെ ഏത് രാജാവിടാ? ദേഷ്യമുള്ള ഒരു രാജാവ് വന്നിരിക്കുന്നു. പെട്ടെന്ന് ആത്മകണ്ണുകൾ തുറന്നു, പറഞ്ഞ വ്യക്തിയെ കണ്ടു. പിശാചാണ് ആള്, വന്നിട്ടുണ്ട്. ദേഷ്യമാണ് ഇവനങ്ങ്. ദേഷ്യം എന്തിനെന്നോട് ദേഷ്യപ്പെടുന്നു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പേടിയൊന്നും തോന്നിയില്ല എനിക്ക്. അവനും അവന്റെ കൂട്ടാളികൾ വന്നിട്ടുണ്ട്. അവൻ എവിടെയോ ഉള്ള രാജാവാണെന്നാണ് പറയുന്നത്. ആയിരിക്കും, അവൻ രാജാവായിക്കോട്ടെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ രാജാവാണ്, അവൻ എന്നോട് ദേഷ്യമാണ്. എന്തിനാണ് അവൻ ദേഷ്യപ്പെടാൻ കാരണം? വെറുതെ ഇരിക്കുന്ന പിശാചിന് ദേഷ്യം വരും. എന്താണ് ദേഷ്യം വരാനുള്ള കാരണം? ഇതാണ് സിസ്റ്ററെ, ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോ അവന് കൊള്ളേണ്ട കാര്യം എന്താ? സാധാ പ്രേയറിനേക്കാളും പവർഫുള്ളാ ഫാസ്റ്റിംഗ് പ്രേയർ. സ്തോത്രം. അന്ന് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഞാൻ മനസ്സിലാക്കി, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥന പോലെയല്ല, പിശാചിന് കൊള്ളും. ഹല്ലേലൂയ. അവന്റെ രാജ്യം കിടുങ്ങും ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ. അതിനകത്തൊരു പവർ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് 40 ദിവസം യേശു ഭക്ഷണം വെടിഞ്ഞ് 24 അവർ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ താൻ പിശാചിനോട് പോരാടി. ദൂതന്മാർ അവിടെ ഇറങ്ങി. ആത്മമണ്ഡലത്തിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടന്നു. അത് ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. ബൈബിളിനകത്ത് അത് എഴുതിയിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവൻ വന്ന് ഇവന് ദേഷ്യമാണ്, ഞാൻ രാജാവാണ്, പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, നിർത്ത്. ആകെ പ്രശ്നമായി. എനിക്ക് എന്ത് ചെയ്യണമെന്നോട്ട് അറിയത്തില്ല. എനിക്കാകെ അറിയാവുന്നത് എന്താണ്? വളർന്നു വരാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ ടങ്സ് ആണ്. ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് മറ്റൊരു ശബ്ദത്തോടെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഇവൻ സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. എനിക്കങ്ങനെ വലുതായിട്ട് ഹിന്ദി അറിയില്ല, ഉള്ളത് പറയാലോ. 10ാം ക്ലാസ്സിൽ പഠിച്ചതുവരെ ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹെ, ഇത്രേ അറിയാവൂ. വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് എടുത്തത്. പിന്നെ എല്ലായിടത്തും +2 അങ്ങോട്ടൊക്കെ പോകുമ്പോൾ പഠിക്കണമില്ല. കാരണം എനിക്ക് ഹിന്ദി ഇഷ്ടമില്ല. എന്താണോ എന്ന് എനിക്കറിയില്ല. ഹിന്ദിയോട് അങ്ങ് ഒരു താല്പര്യക്കുറവായതുകൊണ്ട് ഞാൻ എന്തെടുത്തു, മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിച്ചത്. അപ്പൊ എനിക്ക് ഹിന്ദി സംസാരിക്കാനോ ഒന്നും അറിയില്ല. ഓപ്പണായിട്ട് പറയുക, എനിക്ക് പ്രശ്നമില്ല. കാരണം അങ്ങനെയാണല്ലോ, പറയത്തില്ല എനിക്ക് ഹിന്ദി. ഇവൻ വന്ന് പറയുന്ന ഹിന്ദിയാണ്. പക്ഷെ ആ പറഞ്ഞ അത്രയും കാര്യം എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ഇവൻ പറഞ്ഞ ഹിന്ദി എങ്ങനെ മനസ്സിലായി എനിക്ക്? ഹിന്ദി അറിഞ്ഞൂടല്ലോ. അകത്തെ മനുഷ്യനിൽ അത് ഗ്രഹിക്കപ്പെട്ടു. അവൻ പറയുന്ന ഹിന്ദിയാണെന്നും അവൻ ഇന്നതാണ് പറഞ്ഞതെന്നും അകത്തെനിക്ക് മനസ്സിലായി. അതാ കാര്യം. അല്ലാതെ എനിക്ക് ഹിന്ദിയിൽ ഈ നോളജ് ഒന്നും ഉണ്ടായിട്ട് മനസ്സിലാക്കില്ല. അറിയാമോ ഹിന്ദി? അറിയാം. സ്തോത്രം. അറിയുന്നതിനായി നന്ദി. അപ്പോൾ എനിക്കറിയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത് എൻ്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് പെട്ടെന്ന് റൈസായി. അതുവരെ സ്നേഹത്തോടെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചിരുന്നത്. ചില സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എപ്പോഴും പരിശുദ്ധാത്മാവ് സ്നേഹത്തോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, പരിശുദ്ധാത്മാവ് ദേഷ്യപ്പെടില്ലേ? ഞാൻ പറഞ്ഞു, നിശ്ചയമായി. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ സ്നേഹത്തോട് സംസാരിക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ കുറച്ച് ഹാർഷായിട്ടൊന്നും സംസാരിക്കില്ലേ? അതെന്തുകൊണ്ടാ? നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട് എല്ലാത്തിലും. എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അതിലൊരു സ്നേഹം ഉണ്ടാവും. ഹല്ലേലൂയ. ദേഷ്യം വന്നാലും. സ്തോത്രം. അപ്പൊ പെട്ടെന്ന് എൻ്റെ ഉള്ളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം അങ്ങ് മാറി. എന്ത് ചെയ്തു? ശബ്ദം മാറി. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ അല്ല പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയത്. എൻ്റെ ശരീരത്തിൽ വേറൊരു ബലം വന്ന് നിറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഒരു സൈഡിലോട്ട് കൈ നീട്ടി. അവൻ്റെ നേരെ എന്തിനാണ് നീട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. പെട്ടെന്ന് കൈ നീട്ടിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം വന്നു, മേം യേശു മശീഹൂം മേഹൂം രാജാവോങ്കി രാജ തൂ നഹീം ചോടോ ഹംസെ. ഇത്രയും ശബ്ദം ഹിന്ദി അകത്ത്. ഹല്ലേലൂയ. സ്തോത്രം. എവിടെ നിന്ന് വന്നതാണ്? എൻ്റെ അകത്ത്. അർത്ഥം മനസ്സിലായല്ലേ? എന്നാ പറഞ്ഞ അർത്ഥം പറ നിങ്ങളെ. അതായത് ഒന്നുകൂടെ പറയാം. മേം യേശു മശീഹു. അർത്ഥം പറഞ്ഞു. ഞാൻ യേശു മശീഹയാണ്. മേഹൂം രാജാവോങ്കി രാജ.
ഞാനാണ് രാജാതി രാജാവ്. തൂ നഹീം, നീ അല്ല. ചോടോ യഹാംസെ, അർത്ഥം പറ. ഇവിടെ നിന്ന് ഓടിപ്പോ. ചോട്കി ജാവോ, ഓക്കെ, എന്നെ വിട്ടുപോ. ഓക്കെ, കറക്റ്റ് അർത്ഥമാണ്. അപ്പോ എനിക്ക് ഹിന്ദി അറിയില്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹിന്ദി സംസാരിക്കുന്ന പിശാച് എന്തിന് എൻ്റെ അടുത്ത് വന്നു? ഞാൻ ഇവിടെ ഇരുന്നല്ലേ പ്രാർത്ഥിക്കുന്ന, കേരളത്തിൽ ഇരുന്ന്. എന്നാ മലയാളം സംസാരിക്കുന്ന പിശാച് വന്നാ പോലെ? പറഞ്ഞേ സഹോദരങ്ങളെ. ഞാനിവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഭാസ്കർ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദി സംസാരിക്കുന്നവന്മാരൊക്കെ എന്തിന് എൻ്റെ അടുത്ത് വന്നു? നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി. ഹിന്ദി സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന പോയി വീഴുന്നുണ്ട്. ഹല്ലേലൂയ. ആ ടെറിട്ടറികളിൽ ഇരിക്കുന്ന പിശാചിന് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാ അവന്മാർ ഇങ്ങോട്ട് കയറി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം എന്താണെന്ന്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന്, നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നി ഏത് ലെവലിലുള്ളതാണെന്ന് മനസ്സിലായോ? ഏതറ്റം വരെ അത് ചെല്ലുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവിന്റെ ഉള്ളിരുന്ന് പറഞ്ഞ എന്താണ്? നീ അല്ല രാജാവ്, ഞാനാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ അവൻ ഏതോ ടെറിട്ടറിയുടെ രാജാവാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവൻ ഏതോ ടെറിട്ടറിയിൽ അവൻ രാജാവായി ഇരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെ എല്ലാം കീഴടക്കി വെച്ച് അവിടുത്തെ ജനങ്ങളുടെ കണ്ണുകളെ കെട്ടി അവിടെ അവൻ അങ്ങ് വസിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന അവിടെ ഫയർ പോലെ എത്തുകയാണ്. അവന് ഇരിക്കാൻ പറ്റുന്നില്ല. ഓടി ഇറങ്ങി അവൻ. ഹല്ലേലൂയ. ഓടി ഇറങ്ങി വരേണ്ട സ്ഥലത്ത് അവൻ വന്നു. എന്റെ പ്രാർത്ഥനയെ നിർത്തിയാലേ അവന് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കേട്ടോ ബ്രദറെ? എന്റെ പ്രാർത്ഥനയെ നിർത്തിയില്ലെങ്കിൽ അവന്റെ കിങ്ഡത്തിന്റെ ആ ടെറിട്ടറി കത്തിക്കൊണ്ടിരിക്കുക. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടോ? ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഓടി. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമോ? ഇല്ല. അപ്പൊ എന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് അറിയാം അവനോട് എന്ത് പറയണമെന്നല്ലേ. അതുകൊണ്ടാണ് ഈ വേറെ വേറെ ഭാഷയിൽ സംസാരിക്കുന്നതിന് കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോ ഞാൻ ഈ ഹിന്ദിയിൽ എന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് പറയുക, അന്ന് വരെ ഞാൻ അറിഞ്ഞിരുന്ന ഒരു പരിശുദ്ധാത്മാവിനെ അല്ല അപ്പൊ ഞാൻ അറിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് റൈസായി. അന്ന് മനസ്സിലാക്കിയത് യേശുവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു സ്വരം വരുമോ? ഇല്ല. പിന്നെ അവൻ ആ ടെറിട്ടറി ഞാൻ കണ്ടില്ല. അപ്പൊ പോയി, അവനും പോയി, അവന്റെ സൈന്യവും പോയി, എൻ്റെ മുറിക്കകത്തുനിന്ന് ഇറങ്ങിപ്പോയി, എല്ലാം കൂടെ പുക പോലെ പോയി. ഹല്ലേലൂയ. അപ്പൊ ആ ടെറിട്ടറി ഫ്രീ ആയി. ശരിയല്ലേ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതാ. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയുടെ ഒരു ഭാഗം ഫ്രീ ആയെന്നാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ രാജ്യങ്ങൾ രക്ഷിക്കപ്പെടുവോ? പറ സഹോദരങ്ങളെ. രക്ഷിക്കപ്പെടും. അതിനാ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമില്ലല്ലോ. എല്ലാവരും ഒന്ന് ഫാസ്റ്റ് ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഞാനും വിചാരിച്ചിരുന്നത് ഫാസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നാണ്. അല്ല, ദൈവരാജ്യത്തിന് വേണ്ടി ഫാസ്റ്റ് ചെയ്യ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യ്. ഹല്ലേലൂയ. അതിന്റെ പ്രതിഫലം വലുതാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില രാജ്യങ്ങൾ സ്വതന്ത്രമാവട്ടെ, ചില പിശാചിന്റെ കോട്ടകൾ ഇടിയട്ടെ. അവനെ ഓടിച്ചാലല്ലേ പിന്നെ അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യരെ നമുക്ക് സ്വതന്ത്രമാക്കാൻ പറ്റും. ആമേ. ഹല്ലേലൂയ. അതുകൊണ്ടാ പല സ്ഥലത്തും സുവിശേഷ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കൊരു മാറ്റമില്ല. എന്തുകൊണ്ടാ? ഈ കണ്ണ് കെട്ടി വെച്ചിരിക്കുകയല്ലേ. കണ്ണ് കെട്ടിവെച്ച് പിശാച് അവന്റെ മേൽ ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ട? ദേശത്തെ സ്വതന്ത്രമാക്കണം. കർത്താവിൽ ഭംഗിയായി ഉപയോഗിക്കപ്പെടുന്ന അനേക ദേവദാസന്മാരെ എനിക്കറിയാം. അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ദേശത്തേക്ക് വേണ്ടി അവർ പോകുന്നതിന് മുമ്പേ ദിവസങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാ? ആ ദേശത്തുള്ള പിശാചിനെ ഓടിച്ചെങ്കിലേ ആ ജനങ്ങളുടെ അകത്തേക്ക് സുവിശേഷം കയറും. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ വെറുതെ പോയി സുവിശേഷം പറഞ്ഞാൽ ആരും രക്ഷിക്കപ്പെടുന്നില്ല. കാരണം എല്ലാത്തിന്റെ അകത്തും കയറിയിരിക്കുക പിശാചിന്റെ ശക്തികൾ. എല്ലാത്തിനെ ഓടിക്കണം. ഓടിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതിന് നമ്മുടെ ഫാസ്റ്റിംഗ് ആവശ്യമാണ്. അന്ന് ഞാൻ മനസ്സിലാക്കി എന്ത്? ഫാസ്റ്റിങ്ങിനകത്ത് വലിയ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ തലത്തിലെ പലതും കർത്താവ് എനിക്ക് നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് ഷാർപ്പൻ ചെയ്യപ്പെടുന്നത് എനിക്കറിയാം. നമുക്കറിയാം അല്ലേ, കൊച്ചുകുട്ടികളൊക്കെ പെൻസിൽ ഷാർപ്പ് ചെയ്യാറുണ്ട്. എന്തിനാണ്? മൂർച്ച കൂടാനാ, നന്നായി എഴുതാൻ.
അപ്പൊ എന്റെ ശുശ്രൂഷയുടെ അടുത്ത തലങ്ങളിലേക്ക് ഞാൻ കയറണമെങ്കിൽ എനിക്ക് ഫാസ്റ്റിങ്ങും പ്രയറും അത്യാവശ്യമാണ്, അല്ലാതെ പറ്റില്ല. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ വചന വായനയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. ഞങ്ങൾക്ക് മേശകളിലൊന്നും ശുശ്രൂഷിക്കാൻ പറ്റില്ല. ഈ പ്രാർത്ഥന ഇല്ലാതെ പൗലോസിന് അറിയാം, പ്രാർത്ഥന ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. അതാണ് ഈ പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കൽ ഞാൻ ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ചുരുൾ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ആ ചുരുളിൽ കുറേ അക്ഷരങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് അത് കാണാനായിട്ട് ഹീബ്രു ലെറ്റേഴ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹീബ്രു ലിപികൾ ഇല്ലല്ലേ? അതുപോലെ ഇരുന്നു. ഞാൻ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചുരുളിലിരുന്ന ലെറ്റേഴ്സ് എല്ലാം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. എൻ്റെ ഉള്ളിലേക്ക് അതെല്ലാം ഇറങ്ങിപ്പോവുകയാണ്. എവിടെയാണ്? എൻ്റെ ആത്മാവില്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൽ ചില കാര്യങ്ങൾ ദൈവം നിറയ്ക്കും, ഫില്ല് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അത് എപ്പോഴെങ്കിലും ദൈവം പറയുന്ന സമയത്ത് അത് ഉപകാരപ്പെടും. ഹല്ലേലൂയ. ചിലതെല്ലാം പിശാച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൽ. വലിയ താക്കോലൊക്കെ ഇട്ട് പൂട്ടി നിങ്ങൾക്ക് വരേണ്ട നന്മകളെല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കും. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കീ റിലീസ് ആവും. ഹല്ലേലൂയ, സ്തോത്രം. അത് തുറക്കാൻ, ചില ലോക്കുകൾ തുറക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മമണ്ഡലം ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും പിശാച്. നിങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് തുറക്കപ്പെടും. ഹല്ലേലൂയ. അതൊക്കെയായി ഫാസ്റ്റിങ്ങിലൂടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നേടാനല്ല നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്. ആത്മമണ്ഡലത്തിൽ പൂട്ടുകൾ തുറന്നാലേ ഫിസിക്കൽ മണ്ഡലത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഒരിക്കലും ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക മണ്ഡലം മുഴുവൻ പിശാച് പൂട്ടി വെച്ചിരിക്കുക. എങ്ങനെ പ്രാർത്ഥിച്ചാലും രക്ഷയില്ല. എവിടെ കാശ് കൊണ്ടിട്ടാലും ബ്ലോക്കാണ്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം? പിശാച് അവന്റെ ധനത്തെ മുഴുവൻ അപഹരിച്ചു. ചില വ്യക്തികളുടെ ജീവിതത്തിൽ സമാധാനമില്ല. സമാധാനം മുഴുവൻ അപഹരിച്ച് പിശാച് പൂട്ടി വെച്ചിരിക്കുകയല്ലേ. എങ്ങനെ സമാധാനം കിട്ടാനായിട്ട്? ഒന്നും കിട്ടില്ല ആ കുടുംബത്തിനകത്ത്. പക്ഷെ ആരെങ്കിലും തീരുമാനിക്കും എന്നാൽ ഇന്ന് ഫാസ്റ്റ് ചെയ്ത് അങ്ങ് പ്രാർത്ഥിക്കാം. എവിടെ? അവര് ലോകപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി? എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കാമെന്ന് ചിന്തിച്ചാൽ അവൻ ഫ്രീ ആവും. ഹല്ലേലൂയ. പിശാച് പൂട്ടി വെച്ചിരിക്കുന്ന ആ താക്കോല് പിടിച്ചു വാങ്ങി അത് തുറന്ന് നിങ്ങൾക്ക് എന്നെ ഫ്രീ ആക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത തലങ്ങളിലേക്ക് നമുക്ക് വളരണമെങ്കിൽ ഈ ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. നമ്മൾ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ടുള്ള ആ ഒരു റൂട്ട് ക്ലിയർ ആവണം. ഹല്ലേലൂയ. അതിന് നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ശബ്ദം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കണമെങ്കിൽ ഈ നാളുകളിൽ ഉപവാസത്തോടുകൂടി ഫാസ്റ്റിങ്ങോടെ നിങ്ങൾക്ക് കഴിയുന്ന സമയങ്ങളിൽ കഴിയുന്നത് പോലെ ഉച്ചവരെ ഇരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ ആ എടുക്കുന്ന സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഒരു വ്യക്തി അങ്ങനെ കണ്ടതുകൊണ്ടാ പറയുന്നത്. ഫാസ്റ്റിങ്ങിലാണ്, പക്ഷെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫോർ വാട്ട്? നിങ്ങൾ ഫാസ്റ്റ് ചെയ്യേണ്ട, അതിന്റെ പേര് പട്ടിണി എന്നാണ്. പട്ടിണി ഇരിക്കുന്നു എന്ത് കാര്യത്തിന്? അതല്ല, നമ്മൾ 2 മണിക്കൂറാണ് ഫാസ്റ്റ് ചെയ്യുന്നതെങ്കിലും 2 മണിക്കൂർ അപ്പനോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയ. അത് മതി. നിങ്ങൾ ദൈവത്തോടു കൂടെ ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആദ്യം ഒന്നും എനിക്ക് ഈ ഫാസ്റ്റിംഗ് എടുക്കാത്തതുകൊണ്ട് ഞാൻ ലൈവിൽ ഈ ആരാധനകൾ വരും, ലൈവ് ഫാസ്റ്റിംഗ്, അതിനോടൊത്തിരുന്നാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ആത്മാവിന്റെ ഒരു തലത്തിലേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് പറ്റും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഫാസ്റ്റ് ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മറ്റ് ആരാധനകളുടെ കൂടെ ഇരുന്ന് ഫാസ്റ്റ് ആൻഡ് പ്രേ, ഫാസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, ആത്മതലങ്ങളിലേക്ക് വളർന്ന് വരിക. പിന്നെ നിങ്ങൾക്ക് സ്വയം ഫാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും ഫാസ്റ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ. നിങ്ങൾ ജീവിത പങ്കാളി മക്കളും ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരോടെല്ലാം മനസ്സിലാക്കുന്നവരാണെങ്കിൽ കേട്ടോ, ഫാസ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകല്ലേ. മനസ്സിലാക്കുന്നവരാണെങ്കിൽ പറയുക, ഞാൻ അമ്മ ഫാസ്റ്റ് ചെയ്യുകയാണ്. ഹസ്ബൻഡിനോട് പറയുക, ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്ര ദിവസം. അവർ സഹകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കൂടെ നിങ്ങളോട് സഹകരിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന എല്ലാം ചെയ്തു തരും. അപ്പം ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാക്സിമം എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരും. പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് വെച്ച് തരും, തേങ്ങ എല്ലാം ചിരകി തരും. കാരണം ഫാസ്റ്റിങ്ങിലാണ്, ഫുൾ ഡേ ഫാസ്റ്റിങ്ങിലാണെന്ന് അറിയാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചിട്ട് പോകും കുക്ക് ചെയ്യാനൊക്കെ. എനിക്കപ്പോൾ എളുപ്പമാണ്, അത്രയും ചെയ്താൽ മതിയല്ലോ. കാരണം കഴിയത്തില്ല കൂടുതൽ ചെയ്യാനായിട്ട്. ഞാൻ ഈ കുക്ക് ചെയ്യുമ്പോഴും റെക്കസ്മന ഹലത്തുരോക്കസ്മര റഹൂത്തരാക്കസ്മന, എൻ്റെ കണക്ഷൻ ഞാൻ കളയില്ല കേട്ടോ. ഫുൾ ടൈം അന്യഭാഷയെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ.
കാരണം എൻ്റെ ജീവൻ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ വയറ് പറയും നീ ഭക്ഷണം കഴിക്കുക, ഞാൻ പറയും നീ മിണ്ടാതിരിക്കണം. ഹല്ലേലൂയ. ഒരാഴ്ച കഴിയുമ്പോൾ അത് ക്ലിയർ ആവും കേട്ടോ. പിന്നെ ഫാസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളിങ്ങനെ വലിച്ചു വാരി തിന്നുക അങ്ങനെയൊന്നും വിചാരിക്കരുത്, അങ്ങനെ പറ്റില്ല നമുക്ക്. ഫാസ്റ്റ് ചെയ്ത ശേഷം ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, അല്ലെങ്കിൽ വയറിന് പ്രശ്നം വരും, ദഹനക്കേട് വരും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ശരീരത്തെ ക്രമീകരിച്ച് പതുക്കെ പതുക്കെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ 1 കൊരിന്ത്യർ 7:5 ഞാൻ വായിച്ചു തരാം കേട്ടോ. 1 കൊരിന്ത്യർ 7:5 വായിച്ചാട്ടെ. അതിലൊരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ അവിടെ ഭാര്യ ഭർത്താവ് കുടുംബ ജീവിതത്തിലുള്ളവർ എങ്ങനെ ഫാസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർപെട്ടിരിക്കരുത്. ഹല്ലേലൂയ. അപ്പോ ഭാര്യയും ഭർത്താവും അല്ല ഒരു കുടുംബത്തിലുള്ള ഒരാൾ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ പരസ്പര സമ്മതം വേണം. ഭർത്താവിനോട് ചോദിക്കണം, സമ്മതത്തോടെ ഫാസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, സമ്മതം ചോദിക്കാം, അവരുടെ അനുവാദത്തോടെ. ആ ഒരു സമയത്ത് ചില റിലേഷൻഷിപ്പുകളിൽ നിന്ന്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറിയിരിക്കേണ്ടി വരും. കാരണം നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ഒരു റിലേഷനിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അവരുടെ സമ്മതത്തോടെ നമുക്ക് എല്ലാറ്റിൽ നിന്നും മാറിയിരിക്കാം. രാത്രിയും പകലും ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, എല്ലാറ്റിൽ നിന്നും മാറി ദൈവസന്നിധിയിൽ ഇരിക്കാൻ ദൈവവചനത്തിൽ ഒരു ഇത് തരുന്നുണ്ട്. എന്താണ്? വേർപെട്ടിരിക്കാം എന്ന് ദൈവവചനത്തിൽ നമുക്കൊരു അനുവാദം തരുന്നുണ്ട്. ആ ഒരു സമയത്തേക്ക് മാത്രം കേട്ടോ. പിന്നെ എപ്പോഴും ഭാര്യ ഭർത്താവ് തമ്മിൽ വേർപെട്ടിരിക്കാനല്ല. നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകാനായിട്ട് ശാരീരികമായ ബന്ധവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാം. കാരണം എന്താണ്? നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പോഴെല്ലാം നമുക്ക് വളരെ വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് കഴിയും സഹോദരങ്ങളെ. ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തോടുള്ള ബന്ധം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം എന്ത് ചെയ്യും? ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുക. സൂത്രം ഞാൻ പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒരു ടെറിറ്ററിക്കകത്ത് ഒതുങ്ങില്ല. ഹല്ലേലൂയ. അടുത്ത ടെറിറ്ററികളിലേക്ക് പോകും, അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകും, അടുത്ത പട്ടണങ്ങളിലേക്ക് പോകും, അടുത്ത രാജ്യങ്ങളെ അത് സ്പർശിക്കും. എന്തുകൊണ്ടാണ്? അത്രയും ശക്തി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനുണ്ട്. ആത്മമണ്ഡലത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും ആ ഒരു സമയത്ത്. മനസ്സിലാവുന്നുണ്ടോ? പൈശാചിക ശക്തികൾ ഇറങ്ങും, ദൂതന്മാരിറങ്ങും, അവർ തമ്മിലുള്ള ഫൈറ്റുകൾ സംഭവിക്കും. ഹല്ലേലൂയ. അത് പലതും ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സമയത്ത് പല ടെറിറ്ററികളിലുള്ള പിശാച് വെളിപ്പെട്ടു വരും. അപ്പൊ എന്ത് ചെയ്യും? ദൂതന്മാരവിടെ ഇറങ്ങും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും സ്പിരിറ്റില്. അവർ തമ്മിൽ പല കാര്യങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കും. അവസാനം തോൽവി ആരുടേതാണ്? പിശാചിൻ്റെതാണ്. നമ്മൾ തോക്കില്ലല്ലോ, നമ്മളെ ദൈവം ജയിക്കാനായിട്ട് വിളിച്ചതാ. ഹല്ലേലൂയ. അപ്പൊ ഇന്നുള്ള ക്രിസ്തീയ സമൂഹത്തിന് ഇത് വല്ലതും അറിയാമോ? ആരും പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞാലല്ലേ അറിയാം. ആരും ഒന്നും പറയില്ല. യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുക, പിന്നെ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുക. ഇതാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. പിശാചം അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ദൈവം അത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിന് അത് ചെയ്യണമെങ്കിൽ ആരെ വേണം? നമ്മളെ വേണം. ഇതെവിടെ പറയുന്നു അവിടെ സഭ വളരും. ഹല്ലേലൂയ. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കണം സഹോദരങ്ങളെ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഫാസ്റ്റ് ആൻഡ് പ്രേ. ടങ്സിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മേലാണ് അനോയിന്റിങ് ഇറങ്ങി വരുന്നത്, ശുശ്രൂഷയ്ക്കുള്ള. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഓരോ ശക്തി നിങ്ങൾ ധരിക്കും. ഹല്ലേലൂയ. ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യപ്പെടും. ഓരോ പ്രാർത്ഥനയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഏഞ്ചൽസ് റിലീസ് ചെയ്യപ്പെടും, ദൈവം തരും. എന്തിനാ? ആത്മമണ്ഡലത്തിൽ യുദ്ധം കയറി വരിക. അപ്പൊ അത്രയും പടയാളി എനിക്ക് വേണ്ടേ? ദൈവം അത് റിലീസ് ചെയ്യും. ഹല്ലേലൂയ. സ്വർഗീയ തലങ്ങൾ നമ്മൾ കൈയടക്കി ഓരോ ടെറിറ്ററി ദൈവത്തിൻ്റെതാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ചില സമയത്ത് ബോംബ് ചെന്ന് വീഴുന്ന പോലെ അവന്റെ ടെറിറ്ററിക്കകത്ത്. ഹല്ലേലൂയ. അവൻ പേടിച്ചാണ് അവിടെ നിന്ന് ഓടുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആളാണ് രാജാക്കന്മാരുടെ രാജാവ്. അവൻ പറയുന്ന അവനാണ് രാജാവെന്ന. അങ്ങനല്ലേ പിശാച് ലൂസിഫർ ആദ്യവും പറഞ്ഞത്, ഞാനാണ് ദൈവത്തെക്കാൾ വലിയവൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ സ്വർഗത്തിൽ നിന്ന് അവനെ വെളിയിലാക്കിയത്. ശരിയല്ലേ? അഹങ്കാരം വന്നോണ്ട് ഇന്നും അവൻ പറയുന്ന അങ്ങനെ തന്നെയാണ്, ഞാനാണ് രാജാവ്. ഹല്ലേലൂയ.
എന്നാൽ യേശു പറയുന്നു, ഞാനാണ് രാജാക്കന്മാരുടെ രാജാവ്, നിന്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു, നീ റെഡിയാണോ? ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വസിക്കുന്നു, റെഡിയാണോ? ഹല്ലേലൂയ. ഫൈറ്റ് ചെയ്ത് ദൈവരാജ്യം സ്ഥാപിക്കാൻ ഈ ഭൂമി. ഹല്ലേലൂയ. പിശാച് ശ്രമിക്കുന്നത് എല്ലാ കുടുംബങ്ങളെയും നശിപ്പിച്ച് അതിനകത്ത് അവന്റെ രാജ്യം സ്ഥാപിക്കാനാ. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ. ഹല്ലേലൂയ. ആ രാജ്യം ഭൂമിയിൽ വരണം. തിരു ഇഷ്ടം ഭൂമിയിൽ സംഭവിക്കണം, സ്വർഗത്തിലെ പോലെ. സ്വർഗത്തിൽ ദൈവത്തിന്റെ രാജ്യമാണ്, ശരിയല്ലേ? ഭൂമിയിലും ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കണം. ഹല്ലേലൂയ. ഇന്ന് ആരും അതിന് ശ്രമിക്കാറില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് സാധാരണ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു മതം പോലെ എന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ അടുത്ത് വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. മറ്റു മതങ്ങളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? പിന്നെ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും അത് തന്നെയല്ലേ ചെയ്യുന്നത്. വിഗ്രഹങ്ങളുടെ അടുത്ത് വരുന്നവരും അവരുടെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ചകൾ കൊടുക്കുന്നു, പൂജകൾ കൊടുക്കുന്നു, വഴിപാടുകൾ കൊടുക്കുന്നു. അത് ചോദിക്കുന്നു, ചെയ്യുന്നു, പോകുന്നു. നമ്മൾ അതുപോലെ ആയാലോ? ഈ ഒരു വിസ്ഡം നമ്മുടെ ഉള്ളിനകത്തേക്ക് കയറട്ടെ. കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ അവരോട് പറയണം, ഞാൻ അവരിൽ വസിച്ചുകൊണ്ട് എന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ തയ്യാറാണെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളിൽ വസിച്ചുകൊണ്ട്, യേശു പറയുകയാണ്, എന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആർ യു റെഡി? യെസ്. ഹല്ലേലൂയ. ഉത്തരവുള്ളവർക്കായി സ്തോത്രം. ദൈവം നിങ്ങളോട് ചോദിക്കാൻ എൻ്റെ അടുക്കൽ ഏൽപ്പിച്ച ക്വസ്റ്റ്യനാ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, കർത്താവ് ഇപ്പോൾ ചോദിച്ച ഈ ചോദ്യത്തിന് നിങ്ങൾ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ അത്രയും പേർ ഇതിനകത്ത് കമന്റിലോട്ട് ഇട്ടാട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, എത്ര പേർ തയ്യാറാണെങ്കിൽ അത്രയും പേർ കമന്റ് ചെയ്തിട്ടാട്ടെ. ഈ യേശു പറഞ്ഞ ഈ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിനെയും നിങ്ങൾ കമന്റിൽ അറിയാവുന്നവർ ടൈപ്പ് ചെയ്തിട്ടാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതാണ് നമ്മുടെ ജോലി. ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൽ ഈ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. ഓരോ പ്രാവശ്യം ഫാസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ദൈവരാജ്യത്തിലെ ശക്തമായ പോരാളികളായി ഉയർത്തപ്പെടുകയാണ് ആത്മമണ്ഡലത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും എന്നുള്ളവരെ അവൻ കെട്ടിയിടാനായിട്ട് നോക്കും. പല പ്രശ്നങ്ങളും കൊണ്ടുവരും. സ്പിരിറ്റ് ഓഫ് ഫിയർ, പേടി കൊണ്ടുവരും. സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ കൊണ്ടുവരും. പലതരം ബുദ്ധിമണ്ഡലത്തെ കെട്ടുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ, ശൂന്യത, ഇതെല്ലാം കൊണ്ടുവരും. എന്തുകൊണ്ടാ? നീ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന്റെ രാജ്യം പോക്കാണെന്ന് അവൻ അറിയാന്നുള്ളത്. ഇതെല്ലാം അനുഭവിച്ച ആളാ ഞാൻ. ഹല്ലേലൂയ. ഇതെല്ലാം അനുഭവിച്ച അവന്മാരെല്ലാം പൊരുതി, പ്രാർത്ഥനയിൽ പൊരുതി സകല പിശാചുക്കളെ ഞാൻ തോൽപ്പിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇത്ര സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ ബലത്തേല. ഹല്ലേലൂയ. എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എപ്പോഴും ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അങ്ങയുടെ ബലം എനിക്ക് തരണമേ. അപ്പൊ ദൈവം എന്ത് പറയും? ഞാൻ തരില്ല എന്ന് പറയൂ? ഇല്ല. കർത്താവ് പറയും, എന്റെ ബലം ഞാൻ നിനക്ക് തരുന്നു, എന്റെ ശക്തി ഞാൻ നിനക്ക് തരുന്നു, എന്റെ അധികാരം ഞാൻ നിനക്ക് തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തരികയാ. നീ റെഡിയാണോ എന്നാ ചോദ്യം. ഹല്ലേലൂയ. റെഡിയാണോ? അധികാരം തരാം, ശക്തി തരാം, ബലം തരാം. നീ തയ്യാറാണോ ഇറങ്ങാനായിട്ട്? എന്റെ നശിച്ചു പോകുന്ന മക്കളെ രക്ഷിക്കാൻ തയ്യാറാണോ? ഭൂമിയിൽ എന്റെ രാജ്യത്തെ സ്ഥാപിക്കാൻ നീ റെഡിയാണോ? ഹല്ലേലൂയ. ഞാൻ നിന്നോടുകൂടെ നിൽക്കാം. നീ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ അനുഭവം. നീ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണ്ട, ഞാൻ യുദ്ധം ചെയ്യാം. പിശാചിനെ ഓടിക്കുന്ന അതെല്ലാം പരിപാടി എന്റേതാ. പക്ഷെ നിന്റെ സമയം, നിന്റെ ചില ഇഷ്ടങ്ങൾ, നിന്റെ ചില ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ എന്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഒരു ആയുധമായി ഉപയോഗിക്കും. ഹല്ലേലൂയ. എന്റെ മക്കളെ രക്ഷിക്കാൻ, എന്റെ രാജ്യം സ്ഥാപിക്കാൻ. ഹല്ലേലൂയ. നിന്നെ ഞാൻ ഒരുക്കിക്കൊണ്ടേയിരിക്കുക. സമയമാവുമ്പോ അമ്പെടുത്ത് കർത്താവ് പ്രയോഗിക്കും പിശാചിന്റെ നേരെ. മറച്ചു വെച്ചിരിക്കുക ചിലതിനെ ഒരുക്കി മറച്ചു വെച്ചിരിക്കുക തമ്പുരാൻ. സമയമാകുമ്പോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അമ്പും വില്ലും ബാക്കിൽ നിന്ന് അമ്പ് ഇങ്ങോട്ട് എടുത്തിട്ട് തൊടുത്ത് വിടും ചില ടെറിട്ടറികളെ നശിപ്പിക്കാൻ. അങ്ങനെ ഉള്ളവരാ എന്നെ കേൾക്കുന്നത്. അല്ലാത്തവരാരും ഇത് കേൾക്കുന്നില്ല. താനും അവർ കേൾക്കുകയുമില്ല. സ്തോത്രം. അത് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. ദൈവം ഇത് കേൾപ്പിക്കുന്നെങ്കിൽ അതുപോലെ ഉപയോഗപ്പെടുന്നവരെ ഈ മെസ്സേജ് കേൾപ്പിക്കണമേ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് അനേകരങ്ങനെ ഇരിപ്പുണ്ട് അകത്തളങ്ങളിൽ. എന്നാൽ അവർ പുറത്തേക്ക് വരുന്ന ഒരു സീസൺ ആണെന്ന് ഞാൻ വിളിച്ചു പറയുക. ഹല്ലേലൂയ. അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ചിലതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അവർ പുറത്തേക്ക് വരുന്ന ഒരു സീസൺ അഭിഷേകത്തോടെ അവർ എഴുന്നേൽക്കുമ്പോൾ ആ ദേശം തകരും. ദാണ്ടെ ഇരിക്കുന്ന ഒരാള്, ഉദയംകുളങ്ങര എന്ന സഹോദരി, ആ ദേശത്തിന് വേണ്ടി കണ്ടിരിക്കുന്ന ആളാ.
ആ ദേശത്തെ തകർക്കാൻ കണ്ടിരിക്കുക. ഒരു അഭിഷേകം പ്രാപിച്ചിറങ്ങിയാൽ ആ ദേശത്തെ ചില ശക്തികൾ തകരും. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭവനത്തിനും അതുകൊണ്ട് അത്രയും അറ്റാക്ക് ഉണ്ട്. കാരണം അവിടെ നിന്നാണ് അഭിഷേകം ജ്വലിക്കേണ്ടത്. പിശാചിന് നേരത്തെ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പല അറ്റാക്കുകൾ ഇട്ടേക്കുക. എന്നാൽ സകലതും പൊട്ടും, സകലതും പൊട്ടും. ഹല്ലേലൂയ. പൊട്ടിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലേ, ഇതാണ്ടോ ഇരിക്കുന്നു കർത്താവിനോട് ഉപയോഗപ്പെടേണ്ട ഒരു സഹോദരൻ അല്ലേ. പക്ഷെ പിശാച് പദ്ധതി ഇടുന്നുണ്ടല്ലേ തകർക്കാനായിട്ട്. പക്ഷെ നടക്കത്തില്ല, നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദൈവം നീ ജനിക്കുന്നതിന് മുമ്പേ എഴുതിയൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ഒരു പദ്ധതിയുണ്ട്. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എഴുതിയ ഒരു പ്ലാൻ ഉണ്ട്. അതോ നടക്കുക പിശാചിന്റെ പ്ലാനാണോ നടക്കുന്നത്? ദൈവത്തിന്റെ പ്ലാനേ നടക്കൂ. നീ അത് വിശ്വസിക്കണം കേട്ടോ. നിന്റെ ഉള്ളിൽ ഭയം ഇടുന്ന പിശാചിനോട് പറയണം, ഓടാ പിശാചെ, ദൈവം എഴുതിയ പ്ലാനേ നടക്കത്തുള്ളൂ. എന്റെ ഭാവി തീരുമാനിക്കുന്ന നീ അല്ല. ഹല്ലേലൂയ. എന്റെ അപ്പനാ, എന്നെ ഉരുവാക്കിയ എന്റെ ദൈവമാ. നീ അല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്. പറയാൻ ധൈര്യമുണ്ട്. എന്നാ പറ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കട്ടെ. സഹോദര, ദൈവം കണ്ടിരിക്കുന്ന ആളാ. പക്ഷെ പറ്റുന്നില്ല. വലിയ ക്ഷീണോ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം കൊണ്ടുവരും ഈ നാളുകളിൽ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. കർത്താവിന് വേണം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവോ? യേശുവിന് വേണ്ടി നിൽക്കാവോ? കർത്താവ് അവിടെ നിന്ന് ചോദിക്കുവോ? അടുത്ത് നിൽക്കാവോ? കർത്താവിന്റെ ശബ്ദം കേൾക്കില്ലല്ലോ. ഇനി കർത്താവിന്റെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ക്ഷീണവും പ്രയാസങ്ങളും ഉണ്ട് ശരീരത്തിൽ. ഇതെല്ലാം ദൈവം മാറ്റിത്തരാൻ പോവുകയാ. ഹല്ലേലൂയ. വലിയൊരു തൊടിയിൽ സംഭവിക്കാനായിട്ട് പോവുകയാ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. സ്തോത്രം കർത്താവേ, നന്ദി. നിങ്ങൾ കുടുംബമായിട്ട് വിളിയുള്ള ആൾക്കാരാ നിങ്ങളൊക്കെ. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടവരാ. എന്നാൽ പ്രാർത്ഥനയിൽ എവിടെയോ ശക്തി നഷ്ടപ്പെട്ടു പോയപ്പോ നിങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാനായിട്ട് പിശാച് കയറി ഓരോ വാതിലുകളിലൂടെ. ഹല്ലേലൂയ. എവിടൊക്കെയോ അത് നഷ്ടപ്പെട്ടു പോയപ്പോഴാ. തീ ഉള്ളിടത്ത് ഒരു ജന്തുക്കളും വരില്ല. നിങ്ങൾക്കറിയാമോ? എൻ്റെ ഹസ്ബൻഡ് പാലക്കാട് അട്ടപ്പാടി എന്ന് പറയുന്ന സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാ കേട്ടോ. അവിടെ രാത്രിയാകുമ്പോൾ ആനയും കരടിയൊക്കെ ഇറങ്ങി വരുമെന്ന പുള്ളിക്കാരൻ പറയുന്നത് സ്കൂളിനകത്തേക്ക്. അപ്പൊ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തീ കൂട്ടിയിടും. എന്തുകൊണ്ടാ? ഈ തീ കാണുമ്പോ ഈ കരടിയോ ആനയോ ഒന്നും വരില്ല. ഹല്ലേലൂയ. കാരണം അവിടെ ആളുണ്ടെന്ന് അതിന് മനസ്സിലായി. അല്ലെങ്കിൽ എന്തോ അതിന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ആയിക്കോട്ടെ. അതുകൊണ്ട് ഇവർ തീ കൂട്ടിയിട്ടിട്ടാണ് ആ സ്കൂളിനകത്ത് കിടന്നുറങ്ങുന്നത് പേടിച്ചിട്ട്. ആനയൊക്കെ ചുമ്മാ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും. ഞാനും ഒന്ന് പഠിച്ചിട്ട് പോയേക്കാന്ന് പറഞ്ഞ് കരടിയും ആനയൊക്കെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ തീ കാണുമ്പോൾ അവര് പോകുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ ഭവനത്തിൽ കത്തിയാലോ എന്തെങ്കിലും കയറി വരുമോ? സാത്താൻ ഓടിപ്പോവും. അല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കണം. കത്തിക്കാനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, തീ കത്തിക്ക എന്നിൽ, തീ കത്തിക്ക സ്വർഗീയ രാജാവേ, തീ കത്തിക്ക. ഹല്ലേലൂയ. ആ പാട്ട് പാടി നമുക്കൊന്ന് ആരാധിച്ചാലോ? എന്ത് പറയുന്നു? ഓക്കെ, എന്നാ ശരി. എല്ലാവരും ഒന്ന് റെഡി ആയിക്കോ. എല്ലാവരും പൊസിഷനിൽ നിന്നേ. നിങ്ങൾ അറ്റാക്ക് ഒക്കെ വരുന്നതിന് മുമ്പ് പറയില്ലേ, പൊസിഷൻ അറ്റാക്ക്. അതാ ഇപ്പൊ ചെയ്യാൻ പോകുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒന്നിച്ച് പിശാചിനെ ഓടിക്കാൻ പോവുകയാണ്. റെഡിയാണോ? ഒറ്റ പിശാച് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പോലും ഇരിക്കരുത് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ. റെഡി ആണെങ്കിൽ എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ. ഇപ്പൊ ആരാധിച്ച് എല്ലാം ഓടിക്കാൻ പോവുക നമ്മൾ. സ്തോത്രം. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നിങ്ങളെ ഞാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശക്തമായ ആയുധമായി ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.